നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. മരിച്ച വോട്ടർമാരുമായി ചായകുടി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നന്ദി പറഞ്ഞു രാഹുൽ ഗാന്ധി. പ്രത്യേക തീവ്ര പുനഃപരിശോധനയെ തുടർന്ന് മരിച്ചുപോയവർ എന്ന് കാണിച്ച് കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കപ്പെട്ട ബീഹാറിൽ നിന്നുള്ള 7 സംഘവുമായാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയത്. സുപ്രീം കോടതി SIR-നെതിരായ ഹർജികൾ പരിഗണിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇവർ ഡൽഹിയിലെത്തിയത്. ജീവിതത്തിൽ രസകരമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മരിച്ചവരോടൊപ്പം ചായ കുടിക്കാൻ എനിക്കൊരിക്കലും അവസരം ലഭിച്ചിട്ടില്ല. ഈ അതുല്യമായ അനുഭവത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നന്ദി എന്നാണ് ഇവരുമായുള്ള കൂടിക്കാഴ്ചയുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് രാഹുൽ തൻ്റെ എക്സിൽ കുറിച്ചത്. വോട്ട് കള്ളൻ സിംഹാസനം വിട്ടുപോവുക എന്ന മുദ്രാവാക്യവുമായി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരെ കോൺഗ്രസിൻ്റെ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഇന്ന് തുടക്കമാകും. ഇതിൻ്റെ ഭാഗമായി ഇന്ന് രാത്രി 8 മണിക്ക് മെഴുകുതിരി തെളിച്ച് പ്രതിഷേധ പരിപാടികൾ തുടക്കമിടും. ഈ മാസം 22 മുതൽ സെപ്റ്റംബർ 7 വരെ പ്രചരണ റാലികളും സംഘടിപ്പിക്കും. തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. VD സവർക്കർക്കെതിരെയുള്ള പരാമർശത്തിൽ മാനനഷ്ട കേസ് പരിഗണിക്കുകയാണ് രാഹുൽ പൂനെ കോടതിയിൽ ഇക്കാര്യം പറഞ്ഞത്. തൻ്റെ സമീപകാല രാഷ്ട്രീയ പോരാട്ടങ്ങളും തനിക്കെതിരായ മാനനഷ്ട കേസിൽ പരാതിക്കാരനായ സത്തഗി സവർക്കറുടെ വംശപരമ്പരയും ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ജീവന് ഭീഷണിയുണ്ടെന്ന് കോടതിയിൽ പറഞ്ഞത്. രാഹുൽ ഗാന്ധി സർക്കാരിൻ്റെ സംരക്ഷണം തേടിയതായും ബാർ ആൻഡ് ബെഞ്ച് റിപ്പോർട്ട് ചെയ്യുന്നു. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് അറിയില്ലെന്ന് സുപ്രീം കോടതി. ബീഹാറിലെ SIR നിർത്തിവെക്കണമെന്ന ഹർജികളിലെ വാദത്തിനിടെയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇക്കാര്യം പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞുകൂടെ വെബ്സൈറ്റിലുള്ള SIR കരട് പട്ടികയിലെ സെർച്ച് ഓപ്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കിയെന്ന് ഹർജിക്കാർക്ക് വേണ്ടി അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ വാദിച്ചു. 2023-2024 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനായി കേരളത്തിൽ വോട്ടർ പട്ടിക പുതുക്കുന്നതിന്റെ ചുമതല വഹിച്ച സ്വകാര്യ സോഫ്റ്റ്വെയർ കമ്പനിയെ സ്വാധീനിച്ചാണ് BJP കേന്ദ്ര നേതൃത്വം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ അവസാന നിമിഷം 30,000-ലേറെ വ്യാജ വോട്ടുകൾ തിരികെ കയറ്റിയെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ. ഇതേക്കുറിച്ച് സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നും ഈ കേസുകൾ രജിസ്റ്റർ ചെയ്ത് ജുഡീഷ്യൽ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും TN പ്രതാപൻ ആവശ്യപ്പെട്ടു. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ വീണ്ടും വിമർശനവുമായി തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. അധാർമികയുടെ കാര്യമാണ് തൃശൂരിൽ ഉന്നയിച്ചതെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. 11 വോട്ടുകൾ ചേർത്തതിൽ അധാർമികത ഉണ്ടെന്നും സുരേഷ് ഗോപി മൗനം പാലിച്ച് തെറ്റ് സമ്മതിക്കുന്നതിന് സമാനമാണെന്നും അല്ലെങ്കിൽ അയാളുടെ താഴ്ചമാണെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന പ്രസ്താവനയാണ് പോയി തൂങ്ങി ചത്തുകൂടെ എന്നൊക്കെ പറയുന്നതെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. 1,00,000 കോടി രൂപയുടെ വിറ്റുവരവ് കൈവരിച്ച KSFEയുടെ നേട്ടം കേരളത്തിന് സംസ്ഥാന ധനകാര്യ മേഖലയ്ക്കും അഭിമാനകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിസന്ധികൾ തളരാത്ത ഒരു മികച്ച സാമ്പത്തിക മാതൃകയാണ് KSFE ഈ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ KSFEയുടെ 1,00,000 കോടി വിറ്റുവരവ് നേട്ടത്തിൻ്റെ പ്രഖ്യാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ ഒരു സ്കൂളും മാനേജ്മെന്റ് തർക്കങ്ങളുടെ പേരിൽ അടച്ചിടാൻ അനുവദിക്കില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. വിദ്യാർത്ഥികളുടെ അധ്യയനം മുടക്കുന്ന ഒരു നടപടിയും അംഗീകരിക്കാനാവില്ലെന്നും ഇത്തരം സാഹചര്യങ്ങളുടെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. IHRD ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം ഉയർത്തി 60 വയസ്സായി ഉയർത്തിക്കൊണ്ടാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ജീവനക്കാരുടെ നിലവിലെ വിരമിക്കൽ പ്രായം 58 IHRD ജീവനക്കാർക്ക് പെൻഷൻ ഇല്ല എന്നും വിരമിക്കൽ പ്രായം 52 വയസ്സിൽ നിന്ന് 60 വയസ്സാക്കണമെന്നും IHRD ഡയറക്ടർ ശുപാർശ സമർപ്പിച്ചിരുന്നു. ഇതിന്മേലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. PV അൻവർ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് 12 കോടി രൂപ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ മലപ്പുറം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫീസിലെ വിജിലൻസ് പരിശോധന 2015 എടുത്ത 12 കോടി രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കാതെ 22 കോടി രൂപയായി എന്നാണ് പരാതി. KSFEക്ക് ഭീമമായ നഷ്ടം വരുത്തി എന്നാണ് കണ്ടെത്തൽ. തിരുവനന്തപുരത്തുള്ള വിജിലൻസ് പ്രത്യേക സംഘമാണ് പരിശോധന നടത്തിയത്. കാരുണ്യസ്പർശം സീറോ പ്രോഫിറ്റ് കൗണ്ടറുകൾ വഴി അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ കഴിഞ്ഞവർക്കുള്ള മരുന്നുകൾ വിലക്കുറച്ച് നൽകുന്ന നടപടി സ്വീകരിച്ചു വരുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. മരണാനന്തര അവയവദാനം ചെയ്യുന്ന കുടുംബാംഗങ്ങളെ ആദരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈകാതെ ഉത്തരവ് പുറത്തിറക്കുമെന്നും മന്ത്രി പറഞ്ഞു. വന്ദേഭാരത് ട്രെയിന് നേരെ കല്ലേറ്. മലപ്പുറം താനൂരിനും തിരൂരിനും ഇടയിൽ വെച്ചാണ് കല്ലേറുണ്ടായത്. കല്ലേറിൽ C7 കോച്ചിലെ ചില്ല് തകർന്നു വീണു. കാസർഗോഡും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ട്രെയിനിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അതേസമയം യാത്രക്കാർക്ക് പരിക്കില്ലെന്നാണ് വിവരം. നിലവിൽ ട്രെയിൻ യാത്ര തുടരുകയാണ്. പെട്രോൾ പമ്പുകളെ ശുചിമുറിയിൽ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഇടക്കാല ഉത്തരവിൽ ഭേദഗതി വരുത്തിയ ഹൈക്കോടതി ആർക്ക് എപ്പോൾ വേണമെങ്കിലും പെട്രോൾ പമ്പിലെ ശുചിമുറി ഉപയോഗിക്കാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. സുരക്ഷാ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ തടയാനാവൂ എന്നും അധികാരം സ്ഥാപിച്ച് ബോർഡ് സ്ഥാപിക്കരുതെന്ന് എതിർകക്ഷികളായ തൊടുപുഴ, തിരുവനന്തപുരം നഗരസഭകൾക്ക് കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായ മാസപ്പടി കേസിലെ ISFO അന്വേഷണം സംബന്ധിച്ച രേഖകൾ BJP നേതാവ് ഷോൺ ജോർജിന് ലഭിക്കില്ല. ഭാഗികമായി രേഖകൾ നൽകണമെന്ന വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഷോൺ ജോർജിന് രേഖകൾ നൽകുന്നത് ചോദ്യം ചെയ്ത് CM
MRL കമ്പനി നൽകിയ ഹർജി അനുവദിച്ചാണ് ഹൈക്കോടതി ഉത്തരവ്. എന്നാൽ ഈ ഹർജി വിചാരണ കോടതി വീണ്ടും പരിഗണിച്ച് തീരുമാനമെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 50% തിരിവ അമേരിക്ക ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ കയറ്റുമതി കേന്ദ്രീകൃത വാണിജ്യ മേഖലയ്ക്ക് പ്രവർത്തന മൂലധനം സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഗണിക്കുമെന്ന് സംസ്ഥാനതല ബാങ്കുകളുടെ സമിതി പറഞ്ഞു. സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജുവുമായി SLBSC പ്രതിനിധികൾ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ ധാരണ ആയത്. മകൻ്റെ എഞ്ചിനീയറിംഗ് പഠനത്തിന് പണം കണ്ടെത്താത്ത അച്ഛൻ റാന്നി അത്തിക്കയം വടക്കേ ചെരുവിൽ VJ ഷിജോ മനന്തൊന്തു ആത്മഹത്യ ചെയ്ത് ഒരാഴ്ച പിന്നിട്ടപ്പോൾ അധ്യാപിക അമ്മ ലേഖയുടെ ശമ്പള കുടിശ്ശിക ലഭിച്ചു. 12 വർഷത്തെ ശമ്പള കുടിശ്ശിക ഇനത്തിൽ 29 ലക്ഷം രൂപയാണ് നാറാണംമൂഴി സെയിൻറ്റ് ജോസഫ് സ്കൂളിലെ അധ്യാപിക ലേഖ രവീന്ദ്രൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയത്. ശേഷിക്കുന്ന 21 ലക്ഷം പ്രൊവിഡന്റ് ഫണ്ടിൽ ലഭിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അധ്യാപികയെ അറിയിച്ചു. ഷിജയുടെ മരണശേഷം വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും വ്യാപക പരാതിയും വിമർശനമുണ്ടായതോടെ അധികൃതർ ശമ്പള കുടിശ്ശിക അനുവദിക്കാനുള്ള നടപടി വേഗത്തിലാക്കുകയായിരുന്നു. വയനാട് ബാണാസുര സാഗർ അണക്കെട്ടിലെ റിസർവോയിൽ യുവാവ് മുങ്ങി മരിച്ചു. കുറ്റിയാംവയൽ ഉന്നതിയിലെ ശരത് ആണ് മരിച്ചത്. നീന്തിനിടെ അപകടം ഉണ്ടാകുക. ഇയാളുടെ മൃതദേഹം കൽപ്പറ്റയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമെത്തി കണ്ടെടുത്തു. കോതമംഗലത്ത് 23-കാരി ആത്മഹത്യ ചെയ്ത കേസിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കത്ത് നൽകി. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യൻ പെൺകുട്ടിയുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ വീട്ടിലെത്തിയിരുന്നു. ആവശ്യമായ എല്ലാ നിയമസഭാവും സുരേഷ് ഗോപി ഉറപ്പ് നൽകിയതായി പെൺകുട്ടിയുടെ സഹോദരൻ പറഞ്ഞു. സാങ്കേതിക സർവകലാശാല പൂർണ്ണമായും ഇയർ ഔട്ട് ഒഴിവാക്കാൻ ധാരണ. വൈസ് ചാൻസലർ K ശിവപ്രസാദും SFIയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. മാധ്യമ സ്വാതന്ത്ര്യത്തിന് സർക്കാർ നിയന്ത്രണം ഇല്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി സംസ്ഥാനത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തു എന്നത് അടിസ്ഥാനരഹിതമായ പ്രചരണമാണെന്നും അത്തരമൊരു നീക്കവും സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ പറയുന്നു. സ്കൂൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ ഫാറൂഖ് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ പിടികൂടി. ആസാം സ്വദേശിയായ പ്രസൻജിത്താണ് ഫാറൂഖ് സ്കൂളിന് സമീപത്തു നിന്ന് പോലീസിന്റെ പിടിയിലായത്. കയ്യിൽ വിലങ്ങണിച്ച് ബെഞ്ചിലിരുത്തിയ പ്രസൻജിത്ത് പോലീസിന്റെ ശ്രദ്ധ മാറിയപ്പോൾ പിൻവാതിൽ വഴി രക്ഷപ്പെടുകയായിരുന്നു. ഉത്തർപ്രദേശ് സ്വദേശിയായ സ്കൂൾ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലാണ് ഇയാളെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തിയാർജിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നാളെ വരെ മഴ ഭീഷണി തുടരുമെന്ന് മുന്നറിയിപ്പ്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നടന്ന ബിരുദാനന്തര ചടങ്ങിൽ ഗവർണറുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് സ്വീകരിക്കാൻ വിസമ്മതിച്ച് ഗവേഷക വിദ്യാർത്ഥി. തമിഴ്നാട് ഗവർണർ RN രവിയിൽ നിന്നാണ് ഗവേഷക വിദ്യാർത്ഥിയായ ജീൻ ജോസഫ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വിസമ്മതിച്ചത്. ഗവർണർ തമിഴ്നാടിനും ഇവിടുത്തെ ജനങ്ങൾക്കും എതിരാണെന്നും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് സ്വീകരിക്കാത്തതെന്നും ജീൻ ജോസഫ് പറഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ കുളത്തൂർ മണ്ഡലത്തിൽ കള്ളവോട്ട് ആരോപണമായി BJP രംഗത്തെത്തിയതിന് ശക്തമായ പ്രതികരണമായി DMK ആരോപണങ്ങൾ തെളിയിക്കാൻ BJP വെല്ലുവിളിക്കുന്നതായി DMK നേതാവ് RS ഭാരതി പറഞ്ഞു. തമിഴ്നാട്ടിലും വിഭജന ഭീതി ദിനം ആചരിക്കാൻ തീരുമാനം. വിഭജന സ്മരണകളുമായി ഇന്ന് ചിത്രപ്രദർശനം സംഘടിപ്പിക്കും. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ 2800 നായ്ക്കളെ കൊന്നതായി ജനതാദൾ സർക്കുലർ പാർട്ടിയിലെ നേതാവിൻ്റെ തുറന്നു പറച്ചിൽ. മഹാരാഷ്ട്രയിലെ ജാംനഗറിൽ 24-കാരനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ. മഹാരാഷ്ട്രയിലെ ചില തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ സ്വാതന്ത്ര്യദിനത്തിൽ മാംസം നിരോധിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ മാംസ വിൽപ്പന നിരോധിച്ചുകൊണ്ടുള്ള കല്യാൺ ഡോംബിലി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഉത്തരവാണ് വിവാദത്തിന് കാരണമായത്. 45 വർഷം മുമ്പ് സോണിയാഗാന്ധിയെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ സമയത്ത് ഇന്ത്യൻ പൗരത്വം ഉണ്ടായിരുന്നില്ല എന്ന ആരോപണവുമായി BJP. ഇന്ത്യൻ പൗരത്വം ലഭിക്കും മുന്നേ സോണിയാഗാന്ധി വോട്ടർ പട്ടികയിൽ ഇടം നേടിയെന്ന വിവാദത്തിൽ പ്രതികരിച്ച് കോൺഗ്രസ്. സോണിയാഗാന്ധി വോട്ടർ പട്ടികയിൽ ഇടം നേടിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാല് പിടിച്ചല്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ പേര് ചേർത്താണെന്നും AICC പ്രവർത്തക സമിതി അംഗം താരിഖ് അൻവർ വിശദീകരിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.